നമ്മുടെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനയിലെ സഹോദരിമാരൊക്കെ വന്നുകൊണ്ട് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ആ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തു നിന്നും ആ വേസ്റ്റിനകത്തു നിന്നും കാണാൻ സാധിച്ചത് വിശുദ്ധ ഖുറാനിലെ ചില പേജുകളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ ഒരു വോയിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനൊന്ന് കേൾപ്പിക്കാം. ഹലോ, ഈ 12-ാം വാർഡിലെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, അതും പ്രത്യേകിച്ച് സ്ത്രീകളോട്. നമ്മുടെ ഈ മൂത്തേടം പഞ്ചായത്തിൽ ഈ 18 വാർഡിലും ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. ഒരൊറ്റ വാർഡിൽ നിന്നും ഒരു മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ അതും വേസ്റ്റ് ചാക്കിനുള്ളിൽ വേസ്റ്റിനുടെ എല്ലാ വേസ്റ്റിൻ്റെയും കൂടി അത് കിട്ടിയ വേസ്റ്റിനകത്ത് പാട് വരെ ഉണ്ടായിരുന്നു. ഒരു ഖുറാന് അങ്ങനെ ഇട്ട്. ഖുറാന് തീരെ വിലയില്ലേ? അത് നിങ്ങൾക്ക് അതിന് വിലയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. ദയവ് വിചാരിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ വേസ്റ്റും ചാക്കിൽ ഇടരുത്. വേറൊരു മതക്കാരത് ഇന്നു വരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു മതക്കാരോടും വേണ്ട. അത് നിങ്ങൾ വീട്ടിൽ നശിപ്പിക്കുക. അത് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വേസ്റ്റ് ചാക്കിൽ അത് ഇങ്ങോട്ട് തന്നു വിടരുത്. കേട്ടില്ലേ? ഇതാണ് ആ ഒരു വോയിസ് ക്ലിപ്പ്. നോക്കൂ, ഇതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, വേറെ ഒരു മതഗ്രന്ഥങ്ങളും ഞങ്ങൾക്കിങ്ങനെ കിട്ടിയിട്ടില്ല, ഖുർആനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇത്തരം മതഗ്രന്ഥങ്ങളോട് വിലയില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നാണ് അവർ അതിൽ പറഞ്ഞു വെക്കുന്നത്. ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്നും മതഗ്രന്ഥങ്ങളെ, അതിപ്പോൾ ഏത് മതഗ്രന്ഥമായിരുന്നാലും ശരി, അതിനെല്ലാം അവർ എത്രത്തോളം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് കാണുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഒരു ദൈവികമായ ഒരു ഗ്രന്ഥത്തെ ഇത്തരത്തിൽ വേസ്റ്റിൽ നിന്നും സ്വാഭാവികമായും അത് കാണുന്ന സമയത്ത് അവർക്കൊരു വിഷമമുണ്ടാവുന്നു എന്നുള്ളതാണ്. നോക്കിത് പറയുന്നത് ഒരു അമുസ്ലിമായ ഒരു സഹോദരിയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അമുസ്ലിമായ ഒരു സഹോദരി ഖുർആൻ്റെ അല്ലെങ്കിൽ ദൈവികമായ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതര മതസ്ഥരായ സഹോദരങ്ങൾ പോലും ആ ഖുർആനിനെ എത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നതെന്ന് നോക്കൂ. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിലെ ആയത്തുകൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഓരോ പേജുകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇത് കാണുന്ന സമയത്ത് കണ്ടില്ലേ, കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം ഖുർആൻ വെറുത്തു തുടങ്ങി, മുസ്ലിമീങ്ങളെല്ലാം ഖുർആനെ വലിച്ചെറിയാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാൻ ആരിഫ് ഹുസൈനെ പോലെയുള്ള കുറേ എണ്ണം ഇപ്പോൾ രംഗത്ത് വരും. അത്തരം ആളുകളോട് പറയാനുള്ളത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ ബുദ്ധിശൂന്യതയില്ലാത്ത ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതി നശിക്കുന്ന ഒന്നല്ല ഖുർആൻ എന്നത് ആ വിഡ്ഢികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും മഹത്വം വ്യക്തമായി അറിയാവുന്ന എല്ലാ മുസ്ലിമീങ്ങളും ആ ഖുർആനിനെ വളരെയധികം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും തന്നെയാണ് കാണുന്നത്. ഇത്തരം ഗ്രന്ഥങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോൾ അല്ലെങ്കിൽ പഴകിപ്പോകുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾ ഇത്തരം ബുദ്ധിമോശങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നത്. അത് അവരുടെ വിവരമില്ലായ്മ മാത്രമാണ്. ആ ഒരു ശബ്ദ സന്ദേശത്തിൽ ആ സഹോദരി പറയുന്നുണ്ട്, 18 വാർഡിലും ഒരു വാർഡിലും ഇങ്ങനെ കിട്ടിയിട്ടില്ല, ഈ ഒരു വാർഡിൽ മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിച്ചത് എന്നാണ്. ആ ഒരു വാർഡിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു വിവരദോഷി അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാവരെയും അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ തന്നെ ആ ഒരു വേസ്റ്റിലേക്ക് ആ ഖുർആനിനെ ഇട്ടത് ഒരു മുസ്ലിമാണ് എന്ന് എന്താണ് ഉറപ്പ്? ചിലപ്പോൾ ഏതെങ്കിലും മുമ്പൊരു മുസ്ലിമായിരുന്നവൻ അവൻ മതം വിട്ടതിന് ശേഷം അതിനുപേക്ഷിച്ചതായിരിക്കാം. അങ്ങനെയും സംഭവിക്കാം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഈ ദീപാവലിക്ക് മറ്റുമൊക്കെ അവർ ആഘോഷത്തിനായി വേണ്ടി പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ ഖുർആനിലെ പേജുകൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. നോക്കൂ, ഖുർആനിൽ അടങ്ങിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അത് കേവലം ഒരു പുസ്തകമല്ല. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വാക്കിനും അതീവ പരിശുദ്ധിയുണ്ട്. ഒരു ഖുർആൻ പഴകിപ്പോയി ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരം ഖുർആനുകൾ അതിൻ്റെ ബഹുമാനത്തിനും മഹത്വത്തിനും ഭംഗം വരാത്ത രീതിയിലുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഒന്നുകിൽ ആ ഖുർആനിനെ കത്തിക്കുക, അതിന് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അതിലെ അക്ഷരങ്ങൾ കഴുകിക്കളയണം. കഴുകിക്കളയലാണ് ഇതിൽ രണ്ടിൽ ഏറ്റവും ഉത്തമം. കഴുകിക്കളയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ കത്തിച്ചു കളയുക. ഇനി കഴുകിക്കളയുന്ന വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ ഒരിക്കലും തട്ടാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുമെങ്കിൽ അത് കരിക്കൽ തന്നെയാണ് നല്ലത്. ഈ കഴുകിക്കളയുന്ന വെള്ളവും ഈ കരിച്ച വെണ്ണീരും ശുദ്ധിയുള്ള ഏതെങ്കിലും കിണറിലോ പുഴയിലോ ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചു മൂടുകയാണ് വേണ്ടത്. ഖുർആൻ ഒരിക്കലും അത് കരിക്കാതെ കടലിലോ പുഴയിലോ ഒരിക്കലും ഒഴുക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒഴുക്കിക്കഴിഞ്ഞാൽ അത് തിരയിൽപ്പെട്ട് വീണ്ടും കരയിലേക്ക് തന്നെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഉപയോഗശൂന്യമായ പഴകിയ ഖുർആനിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പോലും ഒരിക്കലും ഇത്തരം തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അതിനോടുള്ള ആദരവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം.